Hi all, welcome back to Mommy's Gusto. ഇന്ന് ഞാനിവിടെ ബർഗർ പാറ്റീസിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് വളരെ ഈസിയായി തന്നെ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. നമുക്ക് പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിലേറെ ടേസ്റ്റാണ് വീട്ടിൽ നിന്ന് നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് കഴിക്കുമ്പോൾ. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ ഒരു 3 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് പിച്ചി ഇട്ടിട്ട് കുതിരാനായി അല്പം പാലൊഴിച്ചൊന്ന് കുതിർത്ത് വെക്കാം. ഇതിനായി ഒരു ഫുഡ് പ്രോസസറിൻ്റെ ജാറിലേക്ക് 400 ഗ്രാം ചിക്കൻ, ഒരു സവാള, എരിവിന് ആവശ്യമായ പച്ചമുളക്, ഞാനൊരു 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ ഒരു മുഴുവൻ വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ക്രഷ്ഡ് റെഡ് ചില്ലി, 1.5 ടീസ്പൂൺ ചില്ലി സോസ്, 1.5 ടീസ്പൂൺ സോയ സോസ്, ഒരു മുട്ട, ആവശ്യത്തിന് ഉപ്പ്, നേരത്തെ കുതിർത്ത് വെച്ച ബ്രെഡ്, ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇതിന് ഫുഡ് പ്രോസസറിൻ്റെ ജാറിൽ തന്നെ ചെയ്യണമെന്നില്ല. ഇത് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാനുള്ളൊരു സൗകര്യം തന്നെ ഉള്ളൂ. ഇത് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ 2-3 തവണ ഇങ്ങനെ ചെയ്തെടുത്താലും നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇതൊന്ന് ആയോ നോക്കാം. എല്ലാം ഇപ്പോൾ നന്നായി ഒന്ന് ഗ്രൈൻഡായി വന്നിട്ടുണ്ട്. ഇതാ കയ്യിലിട്ട് ഇങ്ങനെ ഉരുട്ടാൻ പാകത്തിനായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഈ ഒരു പരുവമാകുമ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനായി കയ്യിൽ അല്പം എണ്ണ തടവി ഈ മിക്സിയിൽ നിന്ന് ആവശ്യത്തിനെടുത്ത് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് കയ്യിലിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് ഓരോ ബട്ടർ പേപ്പറിൽ ഓരോന്നായി നിരത്തി വെക്കാം. ഇതുപോലെ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിന്ന് ഏകദേശം ഒരു 16 ബർഗർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ കുറച്ചധികം നമ്മൾ പ്രിപ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്ത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്കിത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ആവശ്യത്തിന് കുട്ടികൾക്കൊക്കെ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഏകദേശം ഒരു 2 ആഴ്ചകളൊക്കെ നമുക്കിത് ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇടയ്ക്ക് നമുക്ക് ഗസ്റ്റ് വരെ അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും വിശക്കുക എന്ന് പറയുമ്പോൾ ചെയ്ത് കൊടുക്കാനൊക്കെ നല്ലതാണ്. കുറച്ചധികം ബോൺലെസ് ചിക്കൻ കൊണ്ട് നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നമുക്ക് സൗകര്യമാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി അല്പം എണ്ണയുടെ ആവശ്യമുള്ളൂ. ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ഇതിനായി ബർഗർ ഓരോന്ന് ഈ ഡ്രൈ ഫ്ലോറിൽ ഇങ്ങനെ പൊതിഞ്ഞെടുക്കാം. ഞാനിവിടെ മൈദയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ശേഷം മുട്ട അല്പം വെള്ളം ചേർത്തൊന്ന് പതപ്പിച്ചെടുത്തതാണത്. അതിലും ഇത് കോൺഫ്ലേക്സ് ക്രഷ് ചെയ്തതാണ്. ഇതിലൂടെ നന്നായി ഒന്ന് പൊതിഞ്ഞെടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ബർഗർ പെറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
എല്ലാവർക്കും വളരെ ഈസിയായി തയ്യാറാക്കാവുന്നതല്ലേ. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അടുത്തൊരു കുക്കിംഗ് വ്ളോഗുമായി ഉടനെ കാണാം. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.